മാംഗല്യം. ആ രാത്രി ഉറങ്ങാൻ കഴിയാതെ ജഗൻ നേരം വെളുപ്പിച്ചപ്പോൾ അങ്ങകലെ മറ്റൊരുവളും അതുപോലെ ഉറങ്ങാൻ കഴിയാതെ, എന്തിനേറെ പറയുന്നു, മിഴിക പോലും അടയ്ക്കാൻ കഴിയാതെ മണിക്കൂറുകൾ തള്ളി നീക്കി. ഉറക്കച്ചടവോടെ തന്നെയായിരുന്നു ജഗൻ നയോമിയുടെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായത്. ഉറങ്ങാത്തതിന്റെ ക്ഷീണം അവന്റെ മുഖത്ത് വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ മിഥുവും മനസ്സില്ലാ മനസ്സോടെ റെഡിയാവുകയായിരുന്നു. തന്റെ ഏട്ടന്റെ ഭാര്യയുടെ സ്ഥാനത്ത്, തന്റെ ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്ത് നയോമിയെ കാണാൻ എന്തുകൊണ്ടോ മിഥുവിന്റെ മനസ്സും പാകപ്പെട്ടിട്ടില്ലായിരുന്നു. നെഞ്ചിലൊരു കല്ലെടുത്തു വെച്ചതുപോലത്തെ കനം തോന്നി അവൾക്ക്. ഏട്ടന്റെ വിവാഹം എത്രമേൽ സന്തോഷവും ആർഭാടവുമാക്കണമെന്ന് കരുതിയിരുന്ന ആളാണ് താൻ. എന്നാൽ ഇന്നിപ്പോ താല്പര്യമില്ലാത്ത മനസ്സുമായി ഏട്ടന്റെ വിവാഹ സംബന്ധമായ ചടങ്ങുകൾക്ക് മടുപ്പോടെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്തതും അവളുടെ കണ്ണു കലങ്ങി. അതേസമയം തന്നെയായിരുന്നു നയോമിയുടെ ഫോൺ കോൾ മിഥുവിനെ തേടിയെത്തിയത്. മാണിക്യമംഗലത്തെ പലരെയും മാറി മാറി വിളിച്ചിട്ടും ആരും ഫോൺ അറ്റൻഡ് ചെയ്യാതായതോടെ അവസാനം നിവൃത്തിയില്ലാതെ മിഥുവിനെ വിളിക്കുകയായിരുന്നു നയോമി. മിഥുവിന്റെ കാഴ്ചപ്പാടിൽ നയോമി പണ്ടേ ഒരു അഹങ്കാരിയാണ്. അവൾക്ക് ജഗനോട് മാത്രമേ സ്നേഹമുള്ളൂ. അതാണ് മിഥുവിന്റെ വാദം. ബാക്കി എല്ലാവരോടും അവൾ കാണിക്കുന്ന ഈ സ്നേഹവും പഞ്ചാര വർത്തമാനവും എല്ലാം വെറും കാപട്യം മാത്രമാണ്. പക്ഷെ മാണിക്യമംഗലത്തുള്ള ഒരാൾക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. നയോമിയുടെ ഫോൺ കോൾ തന്നെ തേടി എത്തിയപ്പോൾ മിഥുവിന്റെ നെറ്റി ചുളിഞ്ഞു. ഇവൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? മനസ്സിലത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മിഥു നയോമിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത്. എന്തായിടി, അവിടുന്ന് ആരും ഇറങ്ങിയില്ല ഇതുവരെ? പെട്ടെന്ന് നയോമിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും മിഥുവിന് എവിടെ നിന്നൊക്കെയോ ദേഷ്യം വന്നു. തിരിച്ചും അതേ ടോണിൽ തന്നെ നയോമിക്ക് മറുപടി കൊടുക്കാൻ തോന്നി മിഥുവിന്. ഇല്ലടി, ഇവിടുന്ന് ആരും ഇറങ്ങിയിട്ടില്ല, എല്ലാരും റെഡിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മിഥു പറഞ്ഞു. എന്നാൽ അത് കേട്ട നയോമിയുടെ മുഖത്ത് ദേഷ്യം വന്നു. എടീന്നോ? നയോമി വിശ്വാസമാവാത്ത പോലെ മിഥുവിനോട് എടുത്തു ചോദിച്ചു. പിന്നല്ലാതെ, നീ എന്നെ എടീന്നല്ലേ വിളിച്ചത്? അപ്പൊ ഞാനും അതേ രീതിയിൽ തന്നെ സംബോധന ചെയ്താ പോരെ? മിഥു മറുചോദ്യം ചോദിച്ചു. ഞാൻ നിന്നെ എടീന്ന് വിളിച്ചത് നീ എന്നേക്കാൾ പ്രായത്തിൽ ഇളയതായതുകൊണ്ടും എന്റെ ഭർത്താവാകാൻ പോകുന്ന ജഗന്റെ അനിയത്തി ആയതുകൊണ്ടുമാണ്. അതെന്താ, ജഗന്റെ അനിയത്തിക്ക് പേരില്ലേ? നിനക്കെന്നെ പേര് വിളിക്കായിരുന്നല്ലോ. മാന്യമായി പേര് വിളിച്ചാൽ അവിടെ തീരേണ്ടതല്ലായിരുന്നോ ഇത്? നോക്കും ഇതു, നീ നീ എന്നെ എടീന്ന് വിളിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. നിന്റെ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്നെ ഒന്നെങ്കിൽ ഏടത്തിന്ന് വിളിക്കാം നിനക്ക്, അതും അല്ലെങ്കിൽ ചേച്ചി. പക്ഷെ എടീ പോടി എന്നുള്ള വിളിയൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല കേട്ടോ. നിനക്കിത്തിരി അഹങ്കാരം കൂടുതലുണ്ട്. ഞാനങ്ങോട്ട് വന്നോട്ടെ, നിന്റെ കൊമ്പൊടിച്ച് കയ്യിൽ തെറിഞ്ഞാന്. നയോമി വലിയ കാര്യം പോലെ അങ്ങ് സംസാരിച്ചു. അവളുടെ സംസാരത്തിൽ പുച്ഛമാണ് മിഥുവിന് തോന്നിയത്. അതിന് എന്റെ ഏട്ടനുമായിട്ടുള്ള നിന്റെ വിവാഹം നടന്നാലല്ലേ? ആ സമയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മിഥു മനസ്സിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ പോലും അറിയാതെ അവളുടെ നാവിലേക്ക് വന്നുപോയതായിരുന്നു ആ വാക്കുകൾ. ഹലോ, നീ കേൾക്കുന്നുണ്ടോ മിഥു? നീ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. നിന്നോടാണ് ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. നയോമി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു, നീ അതനുസരിച്ചാൽ ഞാൻ ഇതും അനുസരിക്കും. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ പോകുന്നത് നല്ലത്. ഓക്കെ, നല്ലൊരു ദിവസമായിട്ട് നിന്നോട് വഴക്ക് കൂടാൻ ഞാനില്ല. എല്ലാരും ഇറങ്ങിയോ? ഇല്ല, ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആണോ? ഓക്കെ. ഞാൻ ജഗനെ ആന്റിയെ മാറി മാറി വിളിച്ചു, ആരും ഫോൺ എടുത്തില്ല. അതാ പിന്നെ അവസാനം നിന്നെ വിളിച്ചത്. അതും പറഞ്ഞുകൊണ്ട് മിഥുവിന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാണ്ട് നയോമി ഫോൺ കട്ട് ചെയ്തു. മിഥുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ തോന്നിയെങ്കിലും അവൾ സംയമനം പാലിച്ചു. മറിച്ച് നയോമിക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് മനസ്സിലോർത്തു. ഒരു സാധാ ചുരിദാറിട്ട് സാധാരണ പോലെ മുടികെട്ടി മിഥു താഴേക്കിറങ്ങി ചെന്നു. എന്നാൽ പാർവതിയൊക്കെ പട്ടുസാരി ഉടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. അവരുടെ നിൽപ്പും ആ ഭാവവും കണ്ടപ്പോ മിഥുവിന് വല്ലാത്ത ചിരി വന്നുപോയി. അമ്മീത് എവിടേക്കാ പോന്നേ? അവരുടെ നിൽപ്പ് കണ്ടുകൊണ്ട് മിഥു അവരോട് ചോദിച്ചു. നീ എന്താ ആളെ കളിയാക്കുവാണോ? നമ്മൾ നയോമിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞതല്ലേ?
ആണല്ലേ? ഞാൻ കരുതി ഇന്ന് അമ്മയുടെ വക അവിടെ കഥകളി ഉണ്ടാകൂന്ന്. മൊത്തത്തിൽ പാർവതി ഒന്ന് കണ്ണുകൊണ്ട് ഒഴിഞ്ഞു. ഇത് പറയുകയാണ് മിതു. അപ്പോഴേക്കും പാർവതിയുടെ നെറ്റി ചുളിഞ്ഞു. നല്ല കത്തി വേഷം. ഇത് വെറുമൊരു പെണ്ണുകാണൽ ചടങ്ങ് മാത്രമല്ലേ? അതിനാരെങ്കിലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോവോ? എനിക്ക് തോന്നുന്നു നയോമി പോലും ഇത്ര ഒരുങ്ങി കാണില്ല. മിതു. പാർവതിയുടെ ശബ്ദം അല്പം കനത്തിലുയർന്നതും മിതുവിന് കാര്യം മനസ്സിലായി. നയോമി എന്ന് അവളുടെ പേരെടുത്ത് പറഞ്ഞതിന്റെ ദേഷ്യമാണ് പാർവതിക്കെന്ന്. സോറി, നയോമി ഏട്ടത്തി. ഒരു പ്രത്യേക ഈണത്തിൽ മിതു പറഞ്ഞു. അതത്ര ദഹിക്കാത്തതുപോലെ പാർവതി അവളെ രൂക്ഷമായി നോക്കി. എന്തോ പറയാൻ തുടങ്ങുന്ന സമയത്താണ് പത്മജ പാർവതിയെ അവരുടെ റൂമിലേക്ക് വിളിച്ചത്. പാർവതി ധൃതിയിൽ അങ്ങോട്ടേക്ക് നടന്നതും മിതു പാർവതിയുടെ റൂമിലേക്ക് കയറി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ. അതിൽ നിന്നും ഡയമണ്ടിന്റെ വളയടങ്ങിയ ബോക്സ് മിതു തിരഞ്ഞു. ഒടുക്കും ആഗ്രഹിച്ചത് എന്തോ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ മിതുവിന്റെ കണ്ണുകൾ വിടർന്നു. അവൾ വേഗം തന്നെ പോയി ബോക്സ് തുറന്നു. അതിൽ നിന്ന് വളയെടുത്തു. ശേഷം ബോക്സ് അതേപോലെ അടച്ച് ഹാമ്പറിനൊപ്പം വെച്ചു. പിന്നെ വളയെടുത്ത് പാർവതിയുടെ അലമാരയിലേക്ക് വെച്ച് അലമാരി അടച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. നീ എന്റെ അമ്മയുടെ പുന്നാരം മരുമോളാകാൻ തയ്യാറെടുക്കുവാണല്ലേടി? നിനക്കൊരു ചെറിയ പണിയിരിക്കട്ടെ. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് മിതു ലിവിംഗ് റൂമിലേക്ക് ചെന്ന് നിന്നു. അതേ സമയത്താണ് മുറ്റത്തേക്കൊരു കാർ വന്ന് നിന്നത്. ഡോർ തുറന്ന് അതിൽ നിന്നും മധുമത പുറത്തേക്കിറങ്ങി. സേതുനാഥന്റെയും പത്മജയുടെയും ഏറ്റവും ഇളയ മകളാണ് മധുമിത. ആളൊരു സ്കൂൾ ടീച്ചറാണ്. പക്ഷെ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ജ്വലിക്കുന്ന സൗന്ദര്യമാണ് അവർക്ക്. മാണിക്യമംഗലം കോവിലകത്തുള്ള ആരോടും അവർക്ക് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ല. ഇപ്പോൾ തന്നെ അവൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്നും പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. കുറച്ചുനാൾ നീണ്ടുന്ന ക്യാമ്പായിരുന്നു. അത് പോകുന്നതിന് മുൻപ് ആരോടും പോകുന്ന കാര്യമൊന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് വിളിയും പറച്ചിലും ഒന്നും തന്നെയില്ല. അവരെ ആരും അങ്ങോട്ട് വിളിക്കാനും പോയില്ല. കാരണം മധുമിതയ്ക്ക് അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും തീരെ താല്പര്യമില്ല. അധികം ആരോടും സംസാരമില്ലാത്ത ഗൗരവകാരിയായ മധുമിതയെ ആർക്കും അത്ര താല്പര്യമില്ല. പക്ഷെ മിതുവിന് അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പലപ്പോഴായി മിതു വർത്തമാനം പറയാൻ ചെന്നപ്പോഴൊക്കെ അവരൊഴിഞ്ഞു മാറാനാണ് കൂടുതലും താല്പര്യം കാണിച്ചത്. പിന്നെയും പിന്നാലെ നടന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ ചുരുങ്ങിയ മറുപടിയും പറയവർ. ആ മധു, നീ എത്തിയോ? നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? നമ്മുടെ ജഗന്റെ വിവാഹം തീരുമാനിച്ചു. പെട്ടെന്ന് മധുവിനെ അവിടെ കണ്ടതും രാമനാഥൻ പെങ്ങളോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതായി പോലും നടിക്കാതെ അവൾ മുന്നോട്ട് നടന്നു. നമ്മുടെ MLA വിശ്വനാഥന്റെ മകൾ നയോമിയാണ് ജഗൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അയാൾ പറഞ്ഞ വിശ്വനാഥൻ എന്ന വാക്കിൽ തട്ടിത്തടഞ്ഞ് നിന്നുപോയിരുന്നു മധുമത. അത് മറ്റൊന്നും കൊണ്ടല്ല, വർഷങ്ങൾക്കിപ്പുറം ആ വൃത്തികെട്ടവന്റെ പേര് അവൾ വീണ്ടും കേൾക്കുന്നത് അന്നാണ്. ആ സമയം മധുമതിക്കൊരു ഹരിനന്ദനെ ഓർമ്മ വന്നു. എന്റെ ഹരിയേട്ടൻ. മധുമതിയുടെ കണ്ണുകൾ നിറയാനൊരുങ്ങിയെങ്കിലും അവൾ ആരെയും നോക്കാതെ ധൃതിയിൽ മുകളിലെ അവളുടെ മുറിയിലേക്ക് പോയി. മധുമിതയുടെ ആ പോക്ക് കാണെ രാമനാഥന് വിഷമം വന്നെങ്കിലും അവളുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കുമെന്ന് ഓർമ്മയിൽ തെളിഞ്ഞതും അയാൾ മറുത്തൊന്നും മിണ്ടിയില്ല. പണ്ട് മധുമിതയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ആ നാട്ടിൽ സ്ഥലം മാറി വന്ന ഒരു വില്ലേജ് ഓഫീസർ ഹരിനന്ദനായിരുന്നു അത്. പാടത്തും പറമ്പിലും വഴിയരികിലും പലരും ഇരുവരെയും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. വർത്താനം പറയുന്നതും ഇരുവരും ഒന്നിച്ച് നടക്കുന്നതും അങ്ങനെ പല പല കാഴ്ചകൾ. ആരൊക്കെയോ അത് മാണിക്യമംഗലത്തെത്തിച്ചു. മധുമിതയെ തനിക്ക് പൂർണ്ണമായി വിശ്വാസമാണെന്നും തന്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പൂർണ്ണ ബോധ്യം സേതുനാഥന് വന്നു. അദ്ദേഹം പറഞ്ഞവരോടെല്ലാം തിരികെ മറുപടിയും നൽകി. ഒരിക്കൽ വിശ്വനാഥൻ വന്ന് സേതുനാഥനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. മാണിക്യമംഗലത്തെ അന്നത്തെ കാര്യസ്ഥൻ ശങ്കരന്റെ മൂത്ത മകനാണ് വിശ്വനാഥൻ. വിശ്വനാഥന് മധുമിതയോടൊരു പ്രണയമുണ്ടായിരുന്നു. അയാളത് നേരിട്ട് പറയുകയും ചെയ്തു. അന്ന് മധു അയാളോട് സഭ്യമായ ഭാഷയിൽ തന്നെ പറഞ്ഞു അയാളെ ഇഷ്ടമല്ലെന്ന്. പക്ഷെ മധുമിതയുടെ ആ മറുപടി വിശ്വനാഥൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു. മധുമിത സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയം ആരും അറിയാതെ അയാൾ പിന്നിൽ നിന്ന് മധുവിനെ കടന്നു പിടിച്ചു. അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയം ഹരിനന്ദൻ അതുവഴി വന്നു. പിന്നീട് റോഡരികിൽ ഇരുവരും മൽപ്പിടുത്തം നടത്തി.
ഹരിനന്ദൻ വിശ്വനാഥനെ പൊതിരെ ഒപ്പം പറഞ്ഞു, ഹരിനന്ദന്റെ പെണ്ണാണ് മധുമിതയെന്ന്. ഇത് കേട്ട വിശ്വനാഥൻ പകമുറ്റിയ പാമ്പിനെ പോലെ നേരെ പോയത് മാണിക്യമംഗലത്തേക്കാണ്. ചുക്കി ചുളുങ്ങിയ അയാളുടെ വസ്ത്രവും പൊടിയും ചെളിയും പറ്റിപ്പിടിച്ച മുഖവും കണ്ടതോടെ സേതുനാഥനും എന്തൊക്കെയോ സംശയം തോന്നി. എന്തു പറ്റി വിശ്വ? എന്താണ് നിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ? നീ എവിടെയെങ്കിലും വീണോ? സേതുനാഥൻ മുമ്പിലേക്ക് വിശ്വനാഥൻ വരുമ്പോൾ അയാൾ ആകുലതയോടെ ചോദിച്ച കാര്യങ്ങൾ അതൊക്കെയാണ്. ഒന്നും പറയാതിരിക്കുക നല്ലത്. നമ്മുടെ മധുമിതയും ആ വില്ലേജ് ഓഫീസറേയും കൂടി ആ കൂപ്പിലേക്ക് പോകുന്ന വഴിയരികിൽ വെച്ച് ഞാൻ കണ്ടു. അതും ആരും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വല്ലായ്മ തോന്നി. ഞാൻ പെങ്ങളെപ്പോലെ കരുതിയ പെൺകുട്ടിയല്ലേ? ചോദിക്കാൻ അങ്ങോട്ട് ചെന്നു. ഹരിനന്ദൻ എന്നെ പൊതിരെ തല്ലി. അതിനവളും കൂട്ടുനിന്നു. കൊല്ലാനാണ് പറഞ്ഞത്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാണ് ഞാൻ. വിശ്വനാഥൻ പറഞ്ഞ കള്ളങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി സേതുനാഥൻ. കാരണം അയാൾ പറയുന്ന രീതിയിലും അയാളുടെ മൊത്തത്തിലുള്ള രൂപവും കണ്ട് ആരും വിശ്വസിച്ചു പോകുമത്. അന്ന് തന്നെ സ്കൂളിൽ നിന്നും മധുമിതയെ വീട്ടിലേക്ക് വരുത്തി. അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞാണ് അവളെ വിളിച്ചു വരുത്തിയത്. എന്നാൽ വീട്ടിലെത്തിയവളെ തല്ലി ചതച്ച് സേതുനാഥൻ. ശേഷം അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷെ അപ്പോഴും മധുമിത അറിയുന്നുണ്ടായിരുന്നില്ല തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ദിവസങ്ങൾക്ക് ശേഷമാണ് സത്യങ്ങളെല്ലാം മധു അറിയുന്നത്. പല ആവർത്തി സേതുനാഥനോട് ഉണ്ടായ കാര്യങ്ങൾ പറയാൻ മധുമിത ശ്രമിച്ചെങ്കിലും അവരുടെ ബന്ധം കണ്ടുപിടിച്ചതിന്റെ പേരിൽ വിശ്വനാഥനെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ് അവളെന്ന് എല്ലാവരും വാദിച്ചു. മാണിക്യമംഗലം കോവിലകത്തെ പുൽച്ചെടി പോലും മധുവിന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. എന്നാൽ പിന്നീട് ഹരിനന്ദനെ സേതുനന്ദന്റെ ആളുകൾ നാട് കടത്തിയെന്നാണ് മധുമിത അവസാനമായി അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അവൾ അയാളെ കാത്തിരുന്നു. വീണ്ടും പഴയ പോലെ മധു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. ഒരിക്കൽ അവൾ അയാളുടെ വീട്ടിൽ പോയി അയൽക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അയാളും കുടുംബവും അവിടുന്ന് മാറിപ്പോയിട്ട് മാസങ്ങളായി എന്നാണ് അവൾക്കറിയാൻ കഴിഞ്ഞത്. പൂർണ്ണമായും മധു തകർന്നു പോയി. ആ സമയം അവൾക്ക് വിശ്വനാഥനേക്കാൾ ഏറെ ദേഷ്യം തോന്നിയത് സ്വന്തം വീട്ടുകാരോടായിരുന്നു. തന്റെ വാക്കുകളെ ഒരിക്കൽ പോലും വിശ്വസിക്കാതിരുന്നതിന്. പല വഴി ഹരിനന്ദനെ അവൾ അന്വേഷിച്ചെങ്കിലും അവൾക്കയാളെ കണ്ടെത്താനായില്ല. ഇന്നും താൻ കാണുന്ന ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവളുടെ കണ്ണുകൾ ആദ്യം തിരയുന്നത് ഹരിനന്ദന്റെ മുഖമാണ്. പിന്നീട് പലപ്പോഴായി മാണിക്യമംഗലത്തുള്ളവർ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് പുതിയ ആലോചനകൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും എല്ലാം നേരിട്ട് തന്നെ മുടക്കി. ഇപ്പോഴും ഹരിനന്ദനുമായുള്ള പ്രണയത്തിന്റെ ജീവിക്കുന്ന ബാക്കി പത്രമായി അവൾ ആ വീട്ടിൽ തന്നെ തുടരുന്നു. സേതുനാഥന്റെയും പത്മജയുടെയും ഏക വിഷമം തങ്ങളുടെ പൊന്നുമകള് ഇങ്ങനെ ഒറ്റയ്ക്കൊരു ജീവിതം ജീവിച്ചു തീർക്കുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അവൾ വിധിച്ച ഒരു ശിക്ഷ കൂടിയായിരുന്നത്. മധുമിത ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് കയറി പോകുന്ന വഴിക്കാണ് അവൾ താഴേക്കിറങ്ങി വരുന്ന ജഗനെ കണ്ടത്. അവനോടിടയ്ക്ക് ഒന്ന് രണ്ട് വർത്താനം പറയാറുണ്ട്. കൂടുതലും ജഗൻ അങ്ങോട്ട് കയറി മധുവിനോട് എന്തേലും സംസാരിക്കുമ്പോൾ. വർഷങ്ങൾക്കിപ്പുറം ആദ്യമായിട്ടാണ് മധുമിത ജഗനോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്. വിശ്വനാഥന്റെ മോളെയല്ലേ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കുക കേട്ടോ. അച്ഛന്റെ രക്തഗുണം മകൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു ഉപദേശം പോലെ അവനോട് അതും പറഞ്ഞ് ജഗന്റെ മറുപടി പോലും കേൾക്കാൻ കാത്തു നിൽക്കാതെ മധുവിത മുറിയിലേക്ക് കയറി വാതിലടച്ചു. തന്റെ ജീവിതം തകർത്തവന്റെ മകൾ പുതിയൊരു ജീവിതവുമായി തന്റെ മുമ്പിൽ നിൽക്കുന്നത് മധുവിന് എന്തെന്നില്ലാത്ത അമർഷം തോന്നി. ഇടയ്ക്കൊക്കെ തറവാട്ടിലേക്ക് വരുന്ന നയോമിയെ മധുമിതയും കണ്ടിട്ടുണ്ട്. മധുമിതയ്ക്ക് അടുത്തേക്ക് ലോഹ്യം ചോദിക്കാൻ വന്ന നയോമിയെ ഒരിക്കൽ കൈയുയർത്തി തടഞ്ഞു മധു. ഇനി മേലിൽ അവളോട് സംസാരിക്കാൻ മുതിരെതിരുന്നു താക്കീത് നൽകിയാണ് അന്ന് മധു മുകളിലേക്ക് കയറിപ്പോയത്. ഒന്നാതെ താല്പര്യമില്ലാത്ത മനസ്സുമായി താഴേക്കിറങ്ങി വന്നവൻ ഒപ്പം മധുവിന്റെ സംസാരം കേട്ടതോടെ തല പൊട്ടിപ്പോകും പോലെ അവന് വേദനിച്ചു. തന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. കണ്ണുകൾ ഇറുക്കിയടിച്ച് ശ്വാസതാളം ക്രമത്തിലാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷെ നിരാശയായിരുന്നു ബലം. അത്ര നിറമില്ലാത്ത ഒരു ചായക്കളർ ഷർട്ട് ധരിച്ച് താഴേക്കിറങ്ങി വരുന്ന ജഗനെ പാർവതി വിശ്വാസമില്ലാത്ത പോലെ നോക്കി. കാരണം എവിടെ പോയാലും നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് പോകുന്ന ഒരാളാണ് ജഗൻ. നീ എന്താ ജഗൻ ഈ ഷർട്ട് ഇട്ടത്? പെണ്ണ് കാണാനൊക്കെ ആകുമ്പോ കുറച്ചുകൂടി നിറമുള്ള ഒരു കളർ ഷർട്ട് ഇടായിരുന്നില്ലേ?
ഇതൊക്കെ മതിയമ്മേ. ജഗൻ അലസമായി അവർക്ക് മറുപടി കൊടുത്തപ്പോൾ മിതു അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. ഏട്ടൻ എന്തോ ഒരു താല്പര്യമില്ലായ്മയുണ്ടെന്ന് അവൾ മനസ്സിലോർത്തു. ഈ ഷർട്ട് വേണ്ട മോനെ, ഇതൊരു ഭംഗിയില്ല. ഇങ്ങനൊരു ചടങ്ങിന് പോകുമ്പോ കുറച്ചുകൂടി ബ്രൈറ്റായ കളേഴ്സ് ചൂസ് ചെയ്യണ്ടേ? നിനക്കറിയാവുന്ന കാര്യമല്ലേ, വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. പാർവതി ജഗനെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, ഇത് മതി. പറ്റില്ല ജഗൻ, വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ ജഗൻ മുകളിലേക്കുള്ള പടികൾ കയറി. അതേസമയം തന്നെയായിരുന്നു മിഥുവും ഓർത്തത്. ഫോൺ എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. മുടി കെട്ടുന്ന സമയത്ത് ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചതാണ് ഫോൺ. ജഗന് പിന്നാലെ മിഥു മുകളിലേക്ക് കയറി. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് അബിയുടെ 1-2 കോളുകൾ വന്ന് കിടക്കുന്നത് കണ്ടത്. മിഥു മറ്റൊന്നും ചിന്തിക്കാതെ അബിയെ കോൾ ചെയ്തു. ഫോണുമായി ഇടനാഴിയിലേക്ക് ചെന്നു. കോമൺ ആയിട്ടുള്ള ഇടനാഴിയാണത്. റൂമിൽ നിന്നും ജഗന്റെ റൂമിൽ നിന്നും മിഥു ഒരുപോലെ ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്പേസാണത്. ഈ വീട്ടിൽ വന്ന ശേഷം ജാനിക്ക് ഏറെ പ്രിയപ്പെട്ടൊരു സ്ഥലം കൂടിയാണിത്. 1-2 ബെല്ലടിച്ചപ്പോൾ തന്നെ മറുപുറത്തു നിന്നും അബി കോളെടുത്തു. മിഥു, ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ ഒരുപാട് തവണ ജാനിയെ വിളിക്കാൻ നോക്കി. അവൾ കോൾ എടുക്കുന്നില്ല. എന്തു പറ്റി? അവളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? അമ്മ പറയുകയും ചെയ്തു 2-3 ദിവസമായി അവളെ ആശുപത്രിയിലേക്കും കാണാനില്ലെന്ന്. അവൾ ഓക്കെ അല്ലേ? അബിയുടെ സ്വരത്തിൽ ആശങ്ക നിറഞ്ഞു. ഇല്ല ബി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. മിഥുവിന്റെ സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നിയതുകൊണ്ട് വീണ്ടും തന്റെ ചോദ്യം അവൻ ആവർത്തിച്ചു. നീ എന്തെങ്കിലും എന്നോട് ഒളിക്കുന്നുണ്ടോ മിഥു? മാത്രമല്ല ജാനിയും എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾക്ക്. അല്ലെങ്കിൽ ഉറപ്പായി അവൾ എൻ്റെ കോൾ എടുത്തേനെ. കഴിഞ്ഞ ദിവസം ജാനി അവിടെ വന്നിട്ട് പോയപ്പോൾ അമ്മ പറഞ്ഞിരുന്നു എന്നെ അന്വേഷിച്ചു വന്ന അതേ ഗുണ്ടകൾ അവളെയും തേടി വന്നു എന്നൊക്കെ. എന്തൊക്കെയാ മിഥു നടക്കുന്നത്? അവരെന്താണ് അവളെ അന്വേഷിക്കുന്നത്? അത് ഞാനെല്ലാം പറയാം അബി. ജാനിക്കും മിഥുവിനും മാത്രം അറിയാമായിരുന്ന ജാനിയുടെ ജീവിതം അബിയോട് പറയാൻ തുടങ്ങി മിഥു. അവളുടെ അമ്മയും അച്ഛനും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരൊക്കെ ഭയങ്കര ക്രൂവലാണ്. നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ക്രൂരതകൾ ചെയ്യുന്നവർ. ഇപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായി അവളെ വിവാഹം കഴിപ്പിക്കാൻ തുടങ്ങുവാണവർ. അവനാണെങ്കിലോ ഒരു ഭൂലോക ഫ്രോഡ്. പക്ഷെ ആൻറ്റിക്കും അങ്കിളിനും അതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് ജാനി എങ്ങനെയെങ്കിലും അവരുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ജാനി എൻ്റെ വീട്ടിൽ വന്ന സമയത്തായിരുന്നു അവളെ പെണ്ണ് കാണാനായി വൈഫുവിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നത്. അന്ന് ജാനി വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവളെ കവിളിലടിച്ചു അവളുടെ അമ്മ. അതുമാത്രമല്ല, അല്ലാതെയും ഒരുപാട് തവണ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിനക്ക് ആക്സിഡൻ്റായി നീ ഹോസ്പിറ്റലായ ദിവസം ആരും അറിയാതെ വീട്ടിൽ നിന്ന് വണ്ടിയുമായി പുറപ്പെട്ടതാണവൾ. പക്ഷെ പിറ്റേന്ന് തന്നെ അവളെ കാണാനില്ലെന്നറിഞ്ഞു. അവളുടെ വീട്ടുകാർ ഈ നാട് മുഴുവൻ അവളെ തിരയാൻ ആളുകളെ അയച്ചു. ഒരുവിധം എങ്ങനെയൊക്കെയോ അവൾ അവരുടെ കണ്ണിൽപ്പെടാതെ മുന്നോട്ട് പോയി. ആ സമയത്താണ് അവളുടെ വയ്യാതെ കിടക്കുന്ന അച്ചമ്മ മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നത്. അത് സത്യമാണെന്ന് വിശ്വസിച്ച് അവൾ വീട്ടിലേക്ക് പോയി. പക്ഷെ അതൊക്കെ അവളുടെ അമ്മയുടെ അടവ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാതെ പാവം അവൾ ആ വീട്ടിൽ. പറഞ്ഞ് പകുതി എത്തിയപ്പോൾ മിഥുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കപ്പോൾ ഓർമ്മ വന്നത് ഇന്നലെ രാത്രി തന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ ജാനിയാണ്. എന്നാൽ ഡ്രസ്സ് മാറി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ജഗൻ മിഥുവിൻ്റെ സംസാരം കേട്ട് കുറച്ചു നേരം അവിടെ നിന്നു. അവൾ സംസാരിക്കുന്നത് ജാനിയെക്കുറിച്ചാണെന്നറിയേ അവനും എന്തൊക്കെയോ ആകാംക്ഷ നിറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ജാനിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വീഡിയോ കോളിലൂടെ അവനും കണ്ടതാണ്. അത് കണ്ടപ്പോൾ മുതൽ മനസ്സിൻ്റെ വേദന അധികരിച്ചതുപോലെ അവന് തോന്നി. മിഥുവിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളിലും അവന് കൂടുതൽ അത്ഭുതം തോന്നി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? അവൻ ആശ്ചര്യത്തോടെ ചിന്തിച്ചു. ഇത്രയും വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾ. എന്നിട്ടാണോ എല്ലാവരുടെയും മുമ്പിൽ തുള്ളിച്ചാടി നടന്നത്? ജഗൻ മനസ്സുകൊണ്ട് ഓർത്തു. അതേസമയം തന്നെയായിരുന്നു പാർവതി ജഗനെയും മിഥുവിനെയും വിളിക്കാൻ മുകളിലേക്ക് വന്നത്. പാർവതിയുടെ കാൽപെരുമാറ്റം അടുത്തെത്താറായതോടെ അബിയോട് എന്തോ പറഞ്ഞ് മിഥു ധൃതി ഫോൺ വെച്ചു. കൊള്ളാം, ആങ്ങളും പെങ്ങളും ഇവിടെ നിൽക്കുവാണോ? പോകണ്ടേ? താഴെ എല്ലാവരും റെഡിയായി നിൽക്കുക.
ഞങ്ങൾ വരൂ അമ്മ. പിന്നിൽ നിന്ന് പെട്ടെന്ന് ജഗന്റെ ശബ്ദം കേട്ടതും മിഥു ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. താൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചേട്ടൻ കേട്ട് കാണുമോ എന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖഭാവം ഇങ്ങനെയാവില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് മിഥു സമാധാനത്തോടെ താഴേക്കിറങ്ങി. എന്നാൽ ജഗന്റെ ചിന്തകളിൽ ആ സമയം നിറഞ്ഞു നിന്നത് ജാനിയായി. ജാൻവി മാത്രം. തുടരും. കൊള്ളാമോ ആവോ? മധുമിത ഈ കഥയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അതുകൊണ്ടായിരുന്നു അവരെപ്പറ്റി പറഞ്ഞത് കേട്ടോ.